Our next topic is common collector configuration. Common base common emitter പറഞ്ഞതുപോലെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷൻസിലെ കളക്ടർ ടെർമിനൽ ഓഫ് ദ ട്രാൻസിസ്റ്റർ കോമൺ ആണെങ്കിൽ അത്തരം ട്രാൻസിസ്റ്റർ സർക്യൂട്ടിനെയാണ് കോമൺ കളക്ടർ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് എന്ന് വിളിക്കുക. ഇവിടെ നോക്കുക, നമ്മൾ NPN ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടും PNP ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടും കോമൺ കളക്ടർ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെ നോക്ക്, ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് അല്ലേ. ബേസ് കളക്ടറിനെ ക്രോസ് ആയിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് നമുക്ക് എമിറ്റർ കളക്ടർ എമിറ്ററിനെ ക്രോസ് ആയിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്താണ് കളക്ടർ എമിറ്ററിനെ ക്രോസ് ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. എന്തായാലും ഈ ഔട്ട്പുട്ട് സെക്ഷനിലും ഇൻപുട്ട് സെക്ഷനിലും കളക്ടർ ടെർമിനൽ കോമൺ ആണെന്ന് കാണാം. അപ്പോൾ ഇതാണ് കോമൺ കളക്ടർ ട്രാൻസിസ്റ്റർ സർക്യൂട്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് NPN ആണ് അല്ലേ. എമിറ്ററിലെ ആരോ മാർക്ക് പുറത്തേക്കാണെന്ന് കാണാം, NPN ആണ്. ആ ഡയറക്ഷനിലായിരിക്കും എമിറ്റർ കറണ്ട്, എമിറ്ററിൻ്റെ ആരോ പോയിൻ്റ് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും എമിറ്റർ കറണ്ട്. ഓക്കെ, അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും കളക്ടർ കറണ്ട്. പിന്നെ ബേസ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണാൻ നമ്മൾ IE = IB + IC അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ അത് ശരിയാവണമെങ്കിൽ IBയുടെ ഡയറക്ഷനും കിട്ടായിരിക്കണം, ടുവേർഡ്സ് ദ ബേസ് ആയിരിക്കണം അല്ലേ. ബേസ് കറണ്ടും കളക്ടർ കറണ്ടും IEയുടെയും ഒക്കെ ഡയറക്ഷൻ നമ്മൾ കാണിച്ചിട്ടുണ്ട്. VBയും VEയും അല്ലേ, VBB ആണ്. ഓക്കെ, VBBയും VEയും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ബേസ് എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ചെയ്യാനാണ് നമ്മളിവിടെ VBB ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടെ ബേസ് കളക്ടർ ജംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, ബേസ് കളക്ടർ ജംഗ്ഷൻ നമ്മൾ റിവേഴ്സ് ബയാസ് ആണ് ഇവിടെ ചെയ്യേണ്ടത് അല്ലേ. ബേസ് കളക്ടർ ജംഗ്ഷനെ റിവേഴ്സ് ബയാസ് ചെയ്യാനാണ് നമ്മളിവിടെ VBB ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടോ, കളക്ടർ N ആണ്, അതിനെ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ബേസ് P ആണ്, അതിനെ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ്ഡ്. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എമിറ്റർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ആണ് ചെയ്യേണ്ടത്. എമിറ്റർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ചെയ്യണം. അപ്പോൾ ഇത് NPN ആണ്. Nനെ കണ്ടോ, നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ ഫോർവേഡ് ബയാസും ചെയ്തു. അതേ സംഭവം തന്നെ നമ്മൾ PNP ഉപയോഗിച്ചിട്ടും പറഞ്ഞിരിക്കുന്നു. ഇവിടെയും നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷനൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയാം. എമിറ്ററിൻ്റെ ആരോ മാർക്ക് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷനിലാണ് എമിറ്റർ കറണ്ടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അതേ ഡയറക്ഷൻ തന്നെയാണ് കളക്ടർ കറണ്ടും വരുന്നത്. പിന്നെ ബേസ് കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് IE = IB + IC ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. അത് എവേ ഫ്രം ദ ബേസ് ആണെന്ന് കാണാം. ഇത് PNP അല്ലേ, അപ്പോൾ കളക്ടർ P ആണ് വരുന്നത്. അപ്പോൾ അതിനെ നോക്കി നോക്ക്, നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ബേസ് N ആണ്, അതിനെ ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് കളക്ടർ ജംഗ്ഷനെ റിവേഴ്സ് ബയാസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ബേസ് എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ആണ് ചെയ്യേണ്ടത്. PNP ആണ് അല്ലേ, നമ്മുടെ കളക്ടർ P ആണ്, അതിനെ നമ്മൾ ബാറ്ററിയുടെ കണ്ടോ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫോർവേഡ് ബയാസ്, ബേസ് കളക്ടർ ജംഗ്ഷനെ ഫോർവേഡ് ബയാസുമാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. അടുത്തതായിട്ട് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഇൻ കോമൺ കളക്ടർ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ആണ്. നമുക്കറിയാം, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറണ്ട് ടു ദ ചേഞ്ച് ഇൻ ഇൻപുട്ട് കറണ്ട് ആണ്. ഇവിടെ ഔട്ട്പുട്ട് കറണ്ട് നോക്കി നോക്ക്, എമിറ്റർ കറണ്ട് ആണ്, IE ആണ് അല്ലേ. ഇൻപുട്ട് കറണ്ട് IB ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഈസ് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട് ΔIE ടു ദ ചേഞ്ച് ഇൻ ബേസ് കറണ്ട് ΔIB എന്ന് എഴുതാം. ഹിയർ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഈസ് ഡിനോട്ടഡ് ബൈ ഗാമ. കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ എന്നും കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ ബീറ്റ എന്നുമാണ് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ കോമൺ കളക്ടർ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഈസ് ഡിനോട്ടഡ് ബൈ ഗാമ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട് ടു ദ ചേഞ്ച് ഇൻ ബേസ് കറണ്ട്. ദർഫോർ ഗാമ = ΔIE / ΔIB ആണ്. നമുക്കറിയാം, ഒരു ട്രാൻസിസ്റ്ററിൽ IE = IB + IC ആണ്. ഇതൊക്കെ ചേഞ്ചിങ് ആണ്. അപ്പോൾ ΔIE = ΔIB + ΔIC എന്ന് നമുക്ക് എഴുതാം. നമുക്ക് ഈ ΔIയുടെ പൊസിഷനിൽ ΔIB + ΔIC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഗാമ = എന്ത് വരുന്നു, ΔIB + ΔIC ഡിവൈഡഡ് ബൈ ΔIB എന്ന് വരും. ദാറ്റ് ഈസ് ഗാമ = ΔIB / ΔIB + ΔIC / ΔIB എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഗാമ = ΔIB / ΔIB is 1 പ്ലസ് ΔIC / ΔIB നമ്മൾ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. അതെന്താണ്, അതിൻ്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ്, അഥവാ ബീറ്റയാണ്. ഓക്കെ, ΔIC / ΔIB is the current amplification factor in common emitter transistor circuit, which is denoted by beta. So gamma is equal to 1 plus beta, അല്ലെങ്കിൽ gamma is equal to beta plus 1 എന്ന് എഴുതാം. Okay, it is the relation between
gamma and beta, or relation between current amplification factor in common collector configuration and a current amplification factor in common emitter configuration. ഇനി നോക്കുക, ബീറ്റയും ആൽഫയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞു. ബീറ്റ is equal to alpha by 1 minus alpha ആണ്. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ബീറ്റയുടെ സ്ഥാനത്ത് ആൽഫ ബൈ 1 മൈനസ് ആൽഫ കൊടുക്കുക. അപ്പോൾ ഗാമ is equal to എന്താ വരുന്നത് നോക്കുക, ഗാമ is equal to ആൽഫ ബൈ 1 മൈനസ് ആൽഫ പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടും. 1ൻ്റെ പൊസിഷനിൽ നമുക്ക് 1 മൈനസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്ന് കൊടുക്കുക വേണമെങ്കിൽ, അല്ലേ? അപ്പോൾ 1 മൈനസ് ആൽഫയാണ് ഡിനോമിനേറ്റർ, അത് അതേപോലെ എഴുതി. ആൽഫ പ്ലസ് 1 മൈനസ് ആൽഫ നമ്മൾ ചെയ്യുമ്പോൾ ആൽഫയും മൈനസ് ആൽഫയും കട്ട് ചെയ്ത് ബാക്കി 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗാമ is equal to നമുക്ക് എന്താ കിട്ടുന്നത്, 1 മൈനസ് ആൽഫ എന്ന് കിട്ടുന്നു. ഗാമ is equal to 1 മൈനസ് ആൽഫ. ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഗാമ ആൻഡ് ആൽഫ. Okay, it is the relation between current amplification factor in common collector configuration and a current amplification factor in common base configuration. Okay, അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും കമ്പൈൻ ചെയ്ത് എഴുതാം. ഗാമ is equal to beta plus 1 is equal to 1 by 1 minus alpha. It is the relationship between gamma, beta and a alpha. Okay. Our next topic is expression for collector current in common collector configuration. നോക്കുക, നമ്മൾ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ സി ഈക്വൽ ടു ആൽഫ ഐ ഇ പ്ലസ് ഐ സി ബി ഒ. അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഐ സി കളക്ടർ കറണ്ട് ആണ്, ആൽഫ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഇൻ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ആണ്, ഐ ഇ എമിറ്റർ കറണ്ട് ആണ്, ഐ സി ബി ഒ കളക്ടർ ബേസ് കറണ്ട് വെൻ എമിറ്റർ ഈസ് ഓപ്പൺ ആണ്. നമ്മൾ പറഞ്ഞതാണ്. പിന്നെ നമുക്കറിയാം ഐ ഇ ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി ആണ്. For any transistor, emitter current is sum of base current and collector current. നമ്മൾ അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ആദ്യം പറഞ്ഞ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇക്വേഷൻ 1 ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഐ സിയുടെ സ്ഥാനത്ത് ആൽഫ ഐ ഇ പ്ലസ് ഐ സി ബി ഒ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 2 എങ്ങനെയാവും നോക്കി നോക്ക്. ഐ ഇ ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സിയുടെ സ്ഥാനത്ത് ആൽഫ ഐ ഇ പ്ലസ് ഐ സി ബി ഒ എന്ന് കൊടുത്തു. ഈ ആൽഫ ഐ ഇയെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നത് മൈനസ് ആൽഫ ഐ ഇ എന്നാവുന്നു. അപ്പോൾ ഐ ഇ മൈനസ് ആൽഫ ഐ ഇ ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി ബി ഒ എന്ന് നമുക്ക് കിട്ടും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ടേമിൽ ഐ ഇ കോമൺ ആണ്, ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ബാക്കി ഇവിടെ ഐ ഇയിൽ നിന്ന് ഐ ഇ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ, ഇവിടെ 1 ഉണ്ടാവുള്ളൂ. ആൽഫ ഐ ഇയിൽ നിന്ന് ഐ ഇ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ആൽഫ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ ഇ എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി ബി ഒ എന്നാവും. അപ്പോൾ ഈ 1 മൈനസ് ആൽഫ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബൈ 1 മൈനസ് ആൽഫ ആവും. അപ്പോൾ ഐ ഇ ഈസ് ഈക്വൽ ടു ഐ ബി ബൈ 1 മൈനസ് ആൽഫ പ്ലസ് ഐ സി ബി ഒ ബൈ 1 മൈനസ് ആൽഫയാണ്. ഇവിടെ നോക്ക്, 1 ബൈ 1 മൈനസ് ആൽഫ എന്ന് പറയുന്ന ടേം ആർ എച്ച് എസിലെ രണ്ട് ടേമിലും കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. ആ 1 ബൈ 1 മൈനസ് ആൽഫ നമുക്കറിയാം, അത് ഗാമയാണ്. ഓക്കെ, നമ്മളത് റിലേഷൻ പറഞ്ഞതാണ്. 1 ബൈ 1 മൈനസ് ആൽഫ ഈസ് ഈക്വൽ ടു ഗാമ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഇൻ കോമൺ കളക്ടർ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ആണ്. പിന്നെ ഐ ബി വളരെ സ്മോൾ ആണ്. ഐ ഇ ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി ആണല്ലോ. ഐ ബി വെരി സ്മോൾ വിച്ച് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. സോ ഐ ഇ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ സി എന്ന് നമുക്ക് എഴുതാം. ഐ ഇ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ സി. ഈ രണ്ട് സംഗതികളും നമ്മൾ ഇക്വേഷൻ നമ്പർ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, 1 ബൈ 1 മൈനസ് ആൽഫയുടെ സ്ഥാനത്ത് നമ്മൾ ഗാമ എന്നും ഇവിടെ ഐ ഇയുടെ സ്ഥാനത്ത് ഐ സി എന്നും കൊടുക്കാം. അപ്പോൾ എന്ത് വരും, നമ്മുടെ ഇക്വേഷൻ 3 എങ്ങനെയായിട്ട് മാറും, ഐ സി ഈക്വൽ ടു ഗാമ ഐ ബി പ്ലസ് ഗാമ ഐ സി ബി ഒ. ഐ സി ഈക്വൽ ടു ഗാമ ഐ ബി പ്ലസ് ഗാമ ഐ സി ബി ഒ. ഐ സി കളക്ടർ കറണ്ട്, ഗാമ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഇൻ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ഐ ബി ബേസ് കറണ്ട്, ഐ സി ബി ഒ collector base current when emitter is open. It is the expression for collector current in common collector configuration. നമ്മൾ 3 ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ആണ് പഠിച്ചത്. കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ. ഇത് മൂന്നും ഒന്ന് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ കോമൺ ബേസ് സി ബി, കോമൺ എമിറ്റർ സി ഇ, കോമൺ കളക്ടർ സി സി, ഇതിനെ മൂന്നിനെയും കമ്പയർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഗെയിന്, കറണ്ട് ഗെയിന്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് നോക്കുക, കോമൺ ബേസ് വെരി ലോ, അബൌട്ട് 100 ohm ഓൺലി. കോമൺ എമിറ്റർ ലോ, അബൌട്ട് 750 ohm. കോമൺ കളക്ടർ വെരി ഹൈ, അബൌട്ട് 750 kilo. അപ്പോൾ ഹയസ്റ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉള്ളത് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആണ്. ലോവസ്റ്റ്
ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉള്ളത് കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നോക്കുക. കോമൺ ബേസിന് വെരി ഹൈ, അബൌട്ട് 450 കിലോ ഓം. കോമൺ എമിറ്റർ അബൌട്ട് 45 കിലോ ഓം. കോമൺ കളക്ടർ വെരി ലോ, അബൌട്ട് 50 ഓം. അപ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഹയസ്റ്റ് കോമൺ ബേസിനാണ്, ലോവസ്റ്റ് കോമൺ കളക്ടറിനാണ് എന്ന് മനസ്സിലാക്കുക. വോൾട്ടേജ് ഗെയിൻ നോക്കുക. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ഇൻപുട്ട് വോൾട്ടേജ്. അതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ് വോൾട്ടേജ് ഗെയിൻ. വോൾട്ടേജ് ഗെയിന് കോമൺ ബേസിന് 150 ആണ്, എബൌട്ട് 150. കോമൺ എമിറ്ററിന് എബൌട്ട് 500 ആണ്. ഓക്കെ. കോമൺ കളക്ടറിന് ലെസ് ദാൻ 1. ഇവിടെ നോക്കുക, കോമൺ എമിറ്ററിനെ സംബന്ധിച്ചിടത്തോളം വോൾട്ടേജ് ഗെയിന് ഏറ്റവും കൂടുതലാണ് അല്ലേ. വോൾട്ടേജ് ഗെയിൻ ഏറ്റവും കൂടുതൽ കോമൺ എമിറ്ററിനാണ് എന്ന് കാണാം. ഓക്കെ. കറണ്ട് ഗെയിൻ നോക്കുക. കോമൺ ബേസിന് കറണ്ട് ഗെയിൻ നോ എന്ന് എഴുതാം. അതായത് കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് ആണ്. അപ്പോൾ കോമൺ ബേസിനെ സംബന്ധിച്ചിടത്തോളം ഇൻപുട്ട് കറണ്ട് ഔട്ട്പുട്ട് കറണ്ടും ഏകദേശം സെയിം ആയിരിക്കും. അതുകൊണ്ട് കറണ്ട് ഗെയിൻ ഇല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ. ഇൻപുട്ടും ഔട്ട്പുട്ടും കറണ്ട് സെയിം ആണെങ്കിൽ അല്ലേ, അപ്പോൾ അവിടെ നമുക്ക് കറണ്ട് ഗെയിൻ ഇല്ല എന്ന് പറയാം. ഓക്കെ. കോമൺ എമിറ്ററിൽ ഹൈ ആണ്, കറണ്ട് ഗെയിൻ ഈസ് ഹൈ ഇൻ കോമൺ എമിറ്റർ. കോമൺ കളക്ടറിൽ അപ്രീഷിയബിൾ ആണ്. ഓക്കെ. കോമൺ കളക്ടറിൽ കറണ്ട് ഗെയിൻ ഈസ് അപ്രീഷിയബിൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇനി ആപ്ലിക്കേഷൻസ് നോക്കുക. കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാലോ, ട്രാൻസിസ്റ്റർ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. സിഗ്നൽസിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഓഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റേഡിയോയിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലേ ഓഡിയോ സിഗ്നൽസ് ഉണ്ടല്ലോ. ഈ ഓഡിയോ സിഗ്നൽസ് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? കോമൺ ബേസ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇനി കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടി വി സിഗ്നൽസ് ഒക്കെ ആയിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽസ്, അതൊക്കെ ഹൈ ഫ്രീക്വൻസി ഉള്ള സിഗ്നൽസാണ്. അത് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആംപ്ലിഫയേഴ്സിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. ഇനി നോക്കുക, കോമൺ കളക്ടറിൻ്റെ ആപ്ലിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇമ്പിഡൻസ് മാച്ചിങ് ആണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് വൺ വേർഡൊക്കെ ആയിട്ട്. ഇമ്പിഡൻസ് മാച്ചിങ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഏത് കോൺഫിഗറേഷൻ്റെ ആണ് എന്ന് ചോദിക്കാറുണ്ട്. ഇതിൻ്റെയാണ് കോമൺ കളക്ടറിൻ്റെയാണ്. എന്താണ് ഇമ്പിഡൻസ് മാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കി നോക്ക്, ഇവിടെ കോമൺ കളക്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വെരി ഹൈ ആണ്. ഓക്കെ. അതിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വെരി ലോ ആണ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് വെരി ഹൈ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, വളരെ ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഒരു പവർ സപ്ലൈ ഉപയോഗിച്ചുകൊണ്ട് ലോ റെസിസ്റ്റൻസ് ഉള്ള ലോഡിനെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. കാരണം ലോഡ് നമ്മൾ വെച്ചിട്ടുണ്ടാവുക ഔട്ട്പുട്ടിലാണ്, അവിടെ റെസിസ്റ്റൻസ് വളരെ കുറവാണ്. നമ്മുടെ സപ്ലൈ നമ്മൾ വെച്ചിട്ടുണ്ടാവുക ഇൻപുട്ടിലാണ്, അവിടെ കോമൺ കളക്ടറിനെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റൻസ് വെരി ഹൈ ആണ്. അപ്പോൾ വി ക്യാൻ ഡ്രൈവ് a low resistance load by high resistance input power supply. This mechanism is known as impedance matching. This can be performed by using common collector configuration. It is the comparison between common base, common emitter and common collector transistor configurations. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ്. Which transistor connection is most commonly used? Why? അപ്പോൾ നമ്മൾ 3 ട്രാൻസിസ്റ്റർ കണക്ഷൻസ് പഠിച്ചു, കോമൺ ബേസ്, കോമൺ എമിറ്റർ ആൻഡ് കോമൺ കളക്ടർ. ഇതിൽ മൂന്നിൽ ഏതാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആൻസർ ഈസ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻസ്. അതായത് ഇലക്ട്രോണിക്സിൽ നമ്മൾ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്ന ഏതാണ്ട് 95% സർക്യൂട്ടുകളിലും നമ്മൾ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനാണ് ഉപയോഗിക്കുന്നത്. അതിന് 3 റീസൺസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, വെരി ഹൈ വോൾട്ടേജ് ഗെയിൻ ആണുള്ളത്. എന്താ വോൾട്ടേജ് ഗെയിൻ? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ. അപ്പോൾ ഈ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററിൻ്റെ വോൾട്ടേജ് ഗെയിന് ഹയസ്റ്റ് അല്ലേ, വെരി ഹൈ വോൾട്ടേജ് ഗെയിൻ ആണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ് വോൾട്ടേജ് ഗെയിൻ. അത് വളരെ ഹൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ വോൾട്ടേജ് വളരെ ഹൈ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നോക്കി നോക്കുക, നമ്മൾ ചെറിയൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്താൽ പോലും നമുക്ക് വലിയൊരു ഔട്ട്പുട്ട് സിഗ്നൽ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ഉള്ള ഒരു ഔട്ട്പുട്ട് സിഗ്നൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിനെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, വെരി ഹൈ വോൾട്ടേജ് ഗെയിൻ ഹെൽപ്പ് ടു ആംപ്ലിഫൈ ദ സിഗ്നൽ വെരി മച്ച്. വളരെ സ്മോൾ ആയിട്ടുള്ള സിഗ്നൽ കൊടുത്താൽ പോലും വളരെ വലിയൊരു സിഗ്നൽ നമുക്ക്, വളരെ ആംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു സിഗ്നൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതിന് കാരണം വെരി ഹൈ വോൾട്ടേജ് ഗെയിൻ എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ കറണ്ട് ഗെയിനും പവർ ഗെയിനും വളരെ ഹൈ ആണ് കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിന്. എന്താണ് കറണ്ട് ഗെയിൻ? ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. എന്താണ് പവർ ഗെയിൻ? ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. അപ്പോൾ ചെറിയൊരു കറണ്ട് അല്ലെങ്കിൽ ചെറിയൊരു പവർ ഒക്കെ നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു കറണ്ട്, വലിയൊരു പവർ ഒക്കെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിഫിക്കേഷൻ വളരെ ഹൈ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഹൈ കറണ്ട് ഗെയിനും ഹൈ പവർ ഗെയിനും ആംപ്ലിഫിക്കേഷൻ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നമ്മുടെ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാരണമുണ്ട്, മോഡറേറ്റ് ഔട്ട്പുട്ട് ടു ഇൻപുട്ട് ഇമ്പിഡൻസ് റേഷ്യോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇൻപുട്ട് ഇമ്പിഡൻസ് തമ്മിലുള്ള റേഷ്യോ ഒരു മോഡറേറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹൈയും അല്ല വളരെ ലോയും അല്ല, ഏകദേശം യൂണിറ്റി പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ഇൻപുട്ട് ഇമ്പിഡൻസും ഏകദേശം ഈക്വൽ പോലെയാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ, നമ്മൾ മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സിനെ കുറിച്ചിട്ട് പഠിക്കും, വരുന്ന ചാപ്റ്ററുകളിലൊക്കെ പഠിക്കും. നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ട് നമ്മൾ ഉപയോഗിച്ചു, ആ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നലിനെ ഔട്ട്പുട്ട് ചെയ്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. എഗെയിൻ അതിനെ ആംപ്ലിഫൈ ചെയ്യണം എന്ന് കരുതുക, നമുക്ക് വളരെ നന്നായി ആംപ്ലിഫൈ ചെയ്യണം ഒരു സിഗ്നലിനെ എന്ന് കരുതിയാൽ നമ്മൾ കൂടുതൽ ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിൽ അടുത്ത ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് കണക്ട് ചെയ്യും, പിന്നെ അതിൻ്റെ ഔട്ട്പുട്ടിൽ അടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് കണക്ട് ചെയ്യും. അങ്ങനെ കുറേ ട്രാൻസിസ്റ്ററുകൾ നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. ട്രാൻസിസ്റ്റർ മാത്രമല്ല, അതിൻ്റെ സപ്ലിമെൻ്ററി ആയിട്ടുള്ള ഡിവൈസസും ഉണ്ടാവും, റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ പഠിക്കും. എന്തായാലും അതിങ്ങനെ നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽസിനെ കൂടുതൽ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്ന് വിളിക്കുക. അപ്പോൾ അതിനകത്ത് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിനെ അടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ, അല്ലേ, അത് നന്നായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റണമെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇമ്പിഡൻസ്, ഔട്ട്പുട്ടും ഇൻപുട്ടും, ഒന്നിൻ്റെ ഔട്ട്പുട്ട് മറ്റേ ഇൻപുട്ടുമായിട്ടാണ് കണക്ട് ചെയ്യണത്. അപ്പോൾ ഈ രണ്ട് ഇമ്പിഡൻസും തമ്മിൽ ഏകദേശം മാച്ചിങ് ആവണം. അപ്പോൾ അതിന് ഔട്ട്പുട്ട് ടു ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ടു ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ റേഷ്യോ എന്താണ്, മോഡറേറ്റ് വാല്യൂ ആയതുകൊണ്ട് തന്നെ ഈ കണക്ഷൻ നന്നായിട്ട് ചെയ്യാനും അതിൻ്റെ ഫലമായിട്ട് അത് നന്നായിട്ട് വർക്ക് ചെയ്യാനും മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന് നന്നായിട്ട് വർക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ മോഡറേറ്റ് ഔട്ട്പുട്ട് ടു ഇൻപുട്ട് ഇമ്പിഡൻസ് റേഷ്യോ ഓഫ് common emitter transistor circuit help to design multi-stage transistor amplifiers easily. Okay, these are the reasons behind we use common emitter transistor circuits most commonly in electronic circuits. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട്? വൈ ഇറ്റ് ഈസ് സെൽഡം യൂസ്ഡ്? നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ടാണ്. എന്നാൽ ഏറ്റവും കുറവ് ഉപയോഗിക്കുന്നത് കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ടാണ്. എന്തുകൊണ്ടാണത് അങ്ങനെ ഏറ്റവും വളരെ റെയറായിട്ട് മാത്രം യൂസ് ചെയ്യുന്നത്? പിന്നെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് അതിന് ഉണ്ടോ എന്നുള്ളതാണ്. കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ടിന് പ്രധാനമായിട്ടും ഒരു അഡ്വാൻറ്റേജ് ആണുള്ളത്. എന്താണ് ആ അഡ്വാൻറ്റേജ് എന്നറിയോ? കോമൺ കളക്ടർ ആയിക്കോട്ടെ കോമൺ എമിറ്റർ ആയിക്കോട്ടെ, നമ്മൾ കുറച്ച് നേരം സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ചൂടാവും, ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് സിഗ്നൽസിന് ചില ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് സിഗ്നൽസ് ഈസ് ഇൻസ്റ്റേബിൾ ഡ്യൂ ടു ദ വാരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ ഇൻ ദ കേസ് ഓഫ് കോമൺ ബേസ് ആൻഡ് കോമൺ കളക്ടർ ആൻഡ് കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ. പക്ഷേ ഈ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷന് ടെമ്പറേച്ചർ ചേഞ്ചസ് കാരണം സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നില്ല, സിഗ്നൽ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പ്രൊവൈഡ് ഗുഡ് സ്റ്റെബിലിറ്റി എഗെയിൻസ്റ്റ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയാലും ഔട്ട്പുട്ട് സിഗ്നൽസിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നില്ല, നമുക്ക് സിഗ്നലിന് ഒരു ചേഞ്ചും ഇല്ലാത്ത കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരേപോലെ തന്നെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതാണ് പ്രൊവൈഡ് ഗുഡ് സ്റ്റെബിലിറ്റി എഗെയിൻസ്റ്റ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട്. പിന്നെ എന്താണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് വളരെ കുറവ് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. കാരണം നോ കറണ്ട് ഗെയിൻ. ഓക്കെ, ഇറ്റ് ഈസ് സെൽഡം യൂസ്ഡ് ബിക്കോസ് നോ കറണ്ട് ഗെയിൻ. കറണ്ട് ഗെയിൻ ഈസ് ലെസ് ദാൻ 1. നമ്മൾ പറഞ്ഞല്ലോ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ തന്നെയാണ് കറണ്ട് ഗെയിൻ. കോമൺ ബേസ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ്റെ
കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ ഈസ് ആൾവേസ് ലെസ് ദാൻ യൂണിറ്റി, ലെസ് ദാൻ 1 എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറണ്ട് ഗെയിൻ ലെസ് ദാൻ 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിൽ കൊടുക്കുന്ന കറണ്ടിനേക്കാളും കുറഞ്ഞ കറണ്ടൊക്കെയാണ് ഔട്ട്പുട്ടിൽ കിട്ടുക. മീൻസ് ആംപ്ലിഫിക്കേഷൻ കുറവായിരിക്കും എന്നുള്ളതാണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ ആംപ്ലിഫിക്കേഷൻ ആണല്ലോ ട്രാൻസിസ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ആംപ്ലിഫിക്കേഷൻ ചെയ്യാനുള്ള കഴിവ് ഈ കറണ്ട് ഗെയിൻ കുറവാണ്. അതുകൊണ്ട് നമ്മൾ വളരെ സെൽഡമായിട്ട് മാത്രമാണ് ഈ ഒരു കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക. താങ്ക് യു ഫ്രണ്ട്സ്.